ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ പാച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ച് പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നപ്പോഴേക്കാളും വൈകിപ്പോയി കേട്ടോ. അപ്പോൾ സാധാ എല്ലാവരും പാച്ചോറ് ഉണ്ടാക്കണ പോലെ തന്നെ ഞാനും ഉണ്ടാക്കിയത്. ലാസ്റ്റ് ആയപ്പോൾ ഒരു ഇത്തിരി കൂടി തേങ്ങയും ജീരകവും കൂടി ഒന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടാ. എന്നിട്ട് ഈ ഒരു പാകത്തിനാണ് പച്ചരി വേവിച്ചപ്പോൾ തന്നെ ഒരു ഇത്തിരി തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടാണ് പള്ളിയിൽ പോയത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് ഉരുക്കി വെച്ചത്. അത് കഴിഞ്ഞ് പള്ളിയിൽ പോയി. അന്ന് ഇവയ്ക്ക് ഞാൻ കൊന്ത ഉണ്ടാക്കി കൊടുത്തില്ല. അതേപോലെ കുട്ടികളുണ്ടാക്കിയ കൊന്തകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ ഇവിടെ കൊന്ത. ഇന്ന് കൊന്തയുടെ അവസാനം കാരണം നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പേ പോയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു ക്രയോൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പേപ്പറിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സമാധാനത്തിൽ ഇരുന്ന് വരച്ചോളും. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് കൊന്തയുടെ സമയത്ത് അച്ഛൻ വന്ന് ചോറ് ആശീർവദിച്ചിട്ടാണ് നേർച്ച ചോറ്. അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. പ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത്. പച്ചക്കായ ഇട്ട് വെച്ച ബീഫ് കറിയും മോരാറും ക്യാബേജ് വലുത്തും അച്ചാറും ആയിരുന്നു കേട്ടോ. ഇസുവിന് ഞാൻ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. രേഷ്മ കൂട്ടനും വാരി കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ചോറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വേഗം കഴിച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പാച്ചോറ് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ശർക്കര നീര് ഒഴിച്ചിട്ട് ഞാൻ പാച്ചോറ് കഴിക്കണേ. അവിടെ പിള്ളേരും കഴിക്കുന്നുണ്ട്.